സ്ഥലം ഏതാണ്? പോകാൻ പോണ സ്ഥലം ഏതാ? എന്ത് പാർക്കാണ്? ബുഷി പാർക്ക്. ബുഷി പാർക്ക്. മാൻ. മാൻ ഉണ്ടാവോ? എന്ത് പഠിക്കാനാ? എന്താ പഠിക്കാന്ന്? അല്ലേ? ഇറച്ചിയില്ലാത്ത പപ്സ്. കയറാൻ പോകുന്നത് വേണമാ? വേണോ? ഇതൊക്കെ കഴിക്കാൻ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നോ? വേണോ? ഇത് വേണം നമുക്ക്. പ്ലെയർ നോക്കിട്ടെ. പൊറോട്ട വരുന്നത് അതെ അതെ അതെ. ചെടി നോക്കി കിടക്കാണ്. നോക്കിയേ അങ്ങനെ ഞങ്ങൾ ബുഷി പാർക്കിന്റെ അവിടെ എത്തി. ഞങ്ങൾ ബസ്സിനാണ് ടോൾ ബൂത്ത് നിന്ന് കയറിയത്. ബസ്സിന് പോയി ഇറങ്ങി ബുഷി പാർക്കിന്റെ അവിടെ ഇറങ്ങി കുറച്ച് നടക്കേണ്ടി വന്നു. തുറന്നോ? അവിടെ ഇരിക്കും. തുറന്നേ. അങ്ങനെ ഉദ്ഘാടനം കഴിഞ്ഞു. ബിഗ് ഗേറ്റ്. ഞങ്ങൾ കോഫി അവിടുന്ന് ഒരു കഫേന്ന് മേടിച്ചു. നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ നമ്മളെ ക്രൊസാൻസും സിനിമൻ റോൾസും എല്ലാം നമ്മൾ M&S നിന്ന് മേടിച്ചിട്ട് നേരെ ബുഷി പാർക്കിലോട്ട് എൻ്റർ ചെയ്തു. വലിയ മധുരമില്ലല്ലോ. ബുഷി പാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ റിച്ച്മണ്ട് പാർക്ക് കഴിഞ്ഞിട്ട്, ലണ്ടനിൽ നമ്മുടെ റിച്ച്മണ്ട് പാർക്ക് കഴിഞ്ഞിട്ട് സെക്കൻഡ് ലാർജസ്റ്റ് പാർക്കാണ് നമ്മുടെ ബുഷി പാർക്ക്. ഏകദേശം ഒരു 1000 ഏക്കേഴ്സോളം ഉണ്ട് ഈ ബുഷി പാർക്ക് എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോവുക, കോഫി കുടിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ക്രോസാൻസ് ആണ് കരുതിയേക്കുന്നത്, അത് കഴിക്കുക. പ്ലസ് അവിടെ മാനുകളൊക്കെ വരാറുണ്ട്, ഒരുപാട് മാനൊക്കെ ഉണ്ടാവും. അപ്പം ആ മാനിനെയും കണ്ട് ഒരു ചെറിയൊരു വാക്ക് നടത്തി കുറച്ച് നേരം അവിടെ ഇരിക്കുക, നല്ലൊരു ഫ്രഷ് എയർ കിട്ടുക, സമാധാനമായിട്ട് പീസ്ഫുള്ളായിട്ട് അമ്മയുടെ ഒപ്പം കുറച്ചൊരു സമയം സ്പെൻഡ് ചെയ്യാന്ന് ഓർത്തിട്ടൊക്കെയാണ് ഞങ്ങൾ അവിടെ പോയത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞങ്ങൾക്ക് ഒരു അടിപൊളി സ്പോട്ട് കിട്ടി. ഞാൻ നോക്കുമ്പോൾ ദൂരെ നിന്ന് ശരിക്കും നിങ്ങൾക്കിപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാവും. ദൂരെ നോക്കുമ്പോൾ ഒരു ചെറിയൊരു പെയിന്റിങ് പോലെ ഉണ്ട്, ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രെയിം നിങ്ങൾക്ക് കാണുന്ന പോലെ ഇല്ലേ. അപ്പോൾ ആ ഒരു സ്ഥലം ഞങ്ങൾ ചൂസ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നു. കുറച്ച് വർത്തമാനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഫുഡും കോഫിയൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് സമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. അമ്മ ആദ്യമായിട്ടാണ് സിനിമൻ റോൾസും ക്രോസാൻസൊക്കെ കഴിക്കുന്നത്. ഞാനിതിൻ്റെ ഫാനാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അത്രയും വലിയ ഫാനല്ല, പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ കഴിച്ച് നമുക്കൊരു ഇഷ്ടം തോന്നൂല്ലേ, ആ ഒരു ഇഷ്ടം എനിക്ക് ക്രോസാൻസിനോടുണ്ട്. ഇടയ്ക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ക്രോസാൻറ്റ് കഴിച്ചാൽ കൊള്ളാം എന്നെനിക്ക് തോന്നാറുണ്ട്. അമ്മക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്മക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്കറിയില്ല അത് ഇഷ്ടപ്പെട്ടോ, അത് യഥാർത്ഥ ഒരു ഉത്തരമായിരുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്ത് വന്നാലും ഒരു നല്ലൊരു മോർണിംഗ് ആയിരുന്നു അത്. അവിടെ തൊട്ടടുത്ത് ഞങ്ങൾ ആ സ്പേസ് ചൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു ലേക്ക് പോലെ, അതിനകത്ത് കുറച്ച് താറാവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീന്തി കളിക്കുന്നുണ്ടായിരുന്നു. ഇടക്ക് കുറച്ച് പ്രാവുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുള്ളും ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ബുഷി പാർക്ക്. നിങ്ങൾ UK ആൾക്കാരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എന്തായാലും ഒരു മസ്റ്റ് വിസിറ്റ് ആണ്. അങ്ങനെ
ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി മാനിനെ കാണാൻ വേണ്ടി കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു അടിപൊളി ഒരു മരം കാണുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര ആഗ്രഹം ആ മരത്തിൻ്റെ അടുത്ത് പോയി നിൽക്കണമെന്ന്. കാരണം ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു മരം, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു മരം. എല്ലാവരും പെയിന്റിങ് പോലെ ഉണ്ടല്ലേ. ചെറിയ ആൾ അമ്മയുടെ ഒരു ഫാനാണ് കേട്ടോ. നമ്മുടെ ഞങ്ങൾ അറിയാതെ നമ്മുടെ പുറകെ നടക്കുന്നുണ്ടായി. അവസാനം അമ്മ അവിടെ വന്ന് ഇരുന്നപ്പോഴത്തേക്കും പുള്ളി ഒന്നോ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ അമ്മയോട് സംസാരിക്കുന്നുണ്ടായി പുള്ളിക്കാരൻ. ഞങ്ങൾ ആ ഒരു സ്പോട്ട് കണ്ടപ്പോഴത്തേക്ക് നല്ല രസം, നല്ല പിങ്ക് ഫ്ലവേഴ്സ് ഇങ്ങനെ വീണ് കിടക്കുന്നതാണ്. ചെറി ഫ്ലവേഴ്സ് ആണെന്ന് തോന്നുന്നു. നല്ലൊരു സ്പോട്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്ന് 2-3 ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ അല്ലേ, അത് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അല്ലേ. അപ്പം അമ്മ ആദ്യമായിട്ട് ക്രോസാൻഡ് അതിൻ്റെ കോഫി കഴിച്ചു. പിന്നെന്താ കഴിച്ചു, മറ്റേതിൻ്റെ പേരെന്തായിരുന്നു, നാട്ടിലെ സ്വീറ്റ് പൊറോട്ടയുടെ സിനിമൻ റോള് കഴിച്ചു. അങ്ങനെ മാനിനെ കാണാൻ വേണ്ടി നടന്ന് അവസാനം എത്തിയത് ഒരു കോഫി ഷോപ്പിലായിരുന്നു. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അതിനുള്ളിൽ ഒരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ആക്ച്വലി കോഫി പുറത്തുനിന്ന് മേടിച്ചിട്ടാണ് വന്നത്. അപ്പം നിങ്ങൾ ആരെങ്കിലും ബുഷി പാർക്കിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ എല്ലാവരും സംഭവം അവൈലബിൾ ആണ്. ടോയ്ലറ്റ്സും ബ്രേക്ക്ഫാസ്റ്റും കോഫിയും എല്ലാം അവൈലബിൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആംബിയൻസുള്ള ഒരു കോഫി ഷോപ്പ് നിങ്ങൾക്ക് അവിടെ കാണാം. അങ്ങനെ നടന്ന് ക്ഷീണിച്ച് ഞങ്ങൾ വിചാരിച്ചു കുറച്ചു നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്ത്. കാരണം എന്തായാലും കോഫി കുടിച്ചു. അപ്പോൾ ഞങ്ങൾ വേറെ കോഫിയൊന്നും മേടിച്ചില്ല. കയ്യിലുണ്ടായ ഒരു ഓറഞ്ച് എല്ലാം കഴിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ ആ ഡേ വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു. ഭയങ്കര ഒരു പീസ്ഫുൾ ആൻഡ് ഗുഡ് ഫീൽ ഡേ എന്ന് പറയുന്ന പോലെ ഒരു അടിപൊളി ഡേ ആയിരുന്നു. എന്തായാലും ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എൻ്റെ വീഡിയോസൊക്കെ കാണണം, എൻ്റെ ചാനലൊന്ന് കയറി നോക്കണം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ.